എനിക്ക് വർക്കാവാത്ത സിനിമകൾ ഞാൻ രണ്ടാമത് കാണാൻ ശ്രമിക്കുന്നത് റെയറായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും സാഹോ 5 വർഷത്തിന് ശേഷം ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ തോന്നി. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായി കാണുമ്പോൾ അതിന് കുറേ റീസൺ ഉണ്ടായിരുന്നു. ബാഹുബലിക്ക് ശേഷം വരുന്ന പ്രഭാസ് ഫിലിം നല്ല ട്രെയിലർ കട്ട്സ് ആയിരുന്നു. സോ ഹൈപ്ഡ് ആവാനുള്ള റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഈവൻ സിനിമ കാണുമ്പോൾ ഇടയ്ക്കെന്ന് കയറി ഇറിറ്റേഷനും കയറി ആകെ മൊത്തം ഈ സിനിമയോട് ഒരു ഫ്രസ്ട്രേറ്റഡ് അപ്രോച്ച് ആയിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റീവിസിറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം സിനിമയുടെ ഫ്ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വാച്ചായിട്ടാണ് ഈ റീവിസിറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സാഹോയുടെ ഈ റീവിസിറ്റിൽ തോന്നിയ ഗുഡ് ആൻഡ് ബാഡ് ആസ്പെക്ട്സ് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. സാഹോനെ കുറിച്ച് അപ്പോഴും ഇപ്പോഴും തോന്നിയത് ഈ കാര്യം തന്നെയാണ്. തെലുങ്കിൽ മാത്രം ഇറക്കാവുന്ന ഒരു റീജിയണൽ കൊമേഴ്ഷ്യൽ സിനിമയെടുത്ത് പാൻ ഇന്ത്യൻ ആക്കാൻ ശ്രമിച്ച കഷ്ടപ്പാടുകൾ ഈ സിനിമയിൽ വിസിബിളാണ്. അതിലെ ആദ്യത്തെ കാര്യം, ഒരു റീജിയണൽ ടൈപ്പ് കണ്ടന്റിനല്ല പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോഴേക്കും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അതും പ്രഭാസ് ബാഹുബലി കഴിഞ്ഞ് കത്തി നിൽക്കുന്ന ടൈമിൽ ഒരു റീജിയണൽ കൈൻഡ് ഓഫ് സിനിമയെ എടുത്ത് പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരു പോസ്റ്റ് ബാഹുബലി പ്രഭാസ് ഫിലിം എന്ന നിലയിൽ അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഒരുപക്ഷെ ഈ ഉള്ള സംഭവം വെച്ച് തന്നെ അത്യാവശ്യം ഡീസൻ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഗ്രാൻഡായിട്ട് ഇറക്കിയ റിലീസ് എന്ന നിലയിൽ ചിലപ്പോൾ ആ ഒരു രീതിയിലെങ്കിലും ഈ സിനിമ സെല്ലായേനെ. പക്ഷെ അതുപോലും ഇവിടെ വന്നില്ല. നല്ല എൻഗേജിങ് ആണ് ഈ സിനിമയുടെ ആദ്യ ഹാഫ്. അശോക് ചക്രവർത്തി എന്ന അണ്ടർ കവർ ഓഫീസറായിട്ടുള്ള പ്രഭാസിൻ്റെ ഇൻട്രൊഡക്ഷനും റോബറി ബേസ്ഡുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബാങ്കിൽ റോബറി നടത്തിയ ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന നരേറ്റീവും പിന്നെ കൽക്കിക്കെതിരെ വരുന്ന ഷൂട്ട് ഔട്ട് സീനും പിന്നീട് വരുന്ന ആ ബാങ്കർ ഇൻ്റർവൽ റിവീൽ വരെ സിനിമ കിടിലമാണ്. ഒരു പൾസറിന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സുജീത്തിനെ കൊണ്ട് ഇതുവരെയുള്ള പോർഷൻസിലൊക്കെ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായി പോകുന്ന സിനിമയ്ക്ക് ഫുൾ പണി കിട്ടുന്നത് ലേറ്റർ ഹാഫിലാണ്. ആദ്യമൊക്കെ സോങ്സ് പ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ അത് വർക്കാവുന്നുണ്ടെങ്കിലും ലേറ്റർ ഹാഫിൽ വരുന്ന സോങ്സ് ഒരാവശ്യമില്ലാത്ത പ്ലേസിംഗ് ആയിട്ടാണ് മാറുന്നത്. ഒന്നാമത് ഈ സോങ്സ് നല്ല ബോറിംഗ് ആണ്. രണ്ടാമത് സിനിമയോട് കണക്റ്റ് ആവാത്ത പ്രശ്നവും അതിനോടൊപ്പം തന്നെ വരുന്ന സാഹോ അമൃത ലവ് ട്രാക്കും ശോകമാണ്. ആദ്യ ഭാഗത്ത് ഈ ലവ് ട്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റോറിയുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും ലേറ്റർ ഹാഫിൽ സിനിമയ്ക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യാതെ ലവ് ട്രാക്കിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ബോറിങ്ങിൻ്റെ അളവ് പിന്നെയും കൂടുന്നുണ്ട്. സാഹോ എന്ന ക്യാരക്ടറായിട്ട് പ്രഭാസിനെ റിവീൽ ചെയ്യുന്നതിന് ശേഷം കാര്യമായിട്ട് ചെയ്യാൻ ഇല്ലാത്ത ഫീലാണ് സിനിമയിൽ തോന്നുന്നത്. ഈ ബ്ലാക്ക് ബോക്സ് കണക്ട് ചെയ്താണ് ദേവരാജിനെയും സാഹോയും കണക്ട് ചെയ്യുന്ന ഫാക്ടർ. എങ്കിലും ദേവരാജിന് ഒരു പവർഫുൾ ആൻറ്റോഗണിസ്റ്റ് ആയിട്ട് തോന്നാത്തത് സാഹോ എന്ന ക്യാരക്ടറിലോട്ട് ബാധിക്കുന്നുണ്ട്. ആൻറ്റോഗണിസ്റ്റിൽ വലിയ പഞ്ചില്ലാതെ വരുമ്പോൾ പ്രൊട്ടാഗണിസ്റ്റ് എന്തൊക്കെ ചെയ്താലും അതിൽ വലിയ ചാലഞ്ചായിട്ടൊന്നും തോന്നില്ല. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം വലിയ ട്വിസ്റ്റുകൾ വെക്കുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും അതിൽ വരുന്നില്ല. സിനിമ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാഹോയിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഒരു ഫിക്ഷണൽ സ്ഥലം ചെയ്തത് മുതൽ വിഷ്വലി കിടിലം എന്ന് തോന്നിപ്പിക്കാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സിനിമ ഒന്നും വർക്കാവാത്തതിൻ്റെ ഒപ്പം നല്ല ഫ്രസ്ട്രേഷനും കയറി വന്നുകൊണ്ട് ഈ സൈഡ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല. അതിപ്പോൾ സ്ക്രീൻ പ്ലേ പാളിപ്പോയ വിഷ്വലി ഉള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറയാൻ തോന്നിയെന്ന് വരില്ല. ദേ കോൾ ഹിം ഓജിയിലുള്ള ഒരേ ഒരു പേടിയും ഇതാണ്, സുജീത് സ്ക്രീൻ റൈറ്റിംഗ് കൊണ്ടുപോയി നശിപ്പിക്കാതിരുന്നാൽ മതി. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. സാഹോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.